നിങ്ങൾക്കറിയില്ലേ നമ്മളെ നാട്ടിൽ നിന്ന് മഞ്ചേരിന്ന് മേലാക്കം പോകുന്ന പോലെയും പുൽപ്പറ്റ പോകുന്ന പോലെയൊക്കെ ഇവിടുന്ന് ദ്വാഫാറിലേക്കും അതുപോലെ തൊട്ടടുത്തുള്ള ഉങ്കുഫാറിലേക്കൊക്കെ ബോട്ടിൽ ഇവര് പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ ജെട്ടി സൈഡിൽ വന്നിരിക്കുകയാണേ. നൈറ്റ് ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. ഈ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഈ ഒരു വെള്ളത്തിന്റെ അവിടെയുള്ള ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തിട്ടോ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം. നല്ല മൂണുണ്ട്, ഹാഫ് മൂണ് ആയിട്ടുണ്ട്. പിന്നെ കൊറേ ലൈറ്റ് കണ്ടില്ലേ നിങ്ങള്. പിന്നെ നമ്മുടെ നാട്ടില് ബസ്സെല്ലാം വരുന്നു പോകുന്ന പോലെ ബോട്ട് വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇന്ന് കടല് ഭയങ്കര ശാന്തമായതുകൊണ്ട് തന്നെ ബോട്ടെല്ലാം സമാധാനമായിട്ട് വരുന്നും പോകുന്നുണ്ട്. കുറെ ആൾക്കാർ നൈറ്റ് ട്രിപ്പ് പോകുന്ന പോലെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്കറിയില്ലേ നമ്മളെ നാട്ടിൽ നിന്ന് മഞ്ചേരിന്ന് മേലാക്കം പോകുന്ന പോലെയും പുൽപ്പറ്റ പോകുന്ന പോലെയൊക്കെ ഇവിടുന്ന് ദ്വാഫാറിലേക്കും അതുപോലെ തൊട്ടടുത്തുള്ള ഉങ്കുഫാറിലേക്കൊക്കെ ബോട്ടിൽ ഇവര് പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന്. കാറ്റൊന്നുമില്ല, ശാന്തമായിട്ട്. കടല് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവൂല, അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാം. സൂപ്പർ. നോക്ക്, അങ്ങോട്ട് നോക്ക്. മൂണ് കണ്ടോ നിങ്ങള്? ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കുറേ ആളുകൾ ബീച്ചിൽ വന്നിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഫാമിലി ഒത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇവിടെ ഈ സമയത്തൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഭയങ്കര സേഫ് ആണ് കേട്ടോ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 24 ഹവറും പോലീസ് ഇതിലൂടെ പൊക്കോണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ആകെ ഒരു അറൌണ്ട് 2 കിലോമീറ്റേഴ്സ് ഉള്ള ഈ ദ്വീപ്. നിങ്ങളിത് കണ്ടോ? ഒരു തിളക്കം നമ്മുടെ നാട്ടിലെ നെത്തോലില്ലേ, അതുപോലുള്ള മീനാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഇരുട്ടത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മീനെ കാണാൻ പറ്റേ. അയല കുട്ടികളല്ലേ, അതുപോലത്തെ മീന്. നോക്ക്, ആ മീൻ ജമ്പീണ് നിങ്ങൾ കണ്ടോ? ഇതൊക്കെയാണ് രാത്രി ഇവിടെ ജെട്ടി സൈഡിൽ വന്നിരുന്ന കാണാൻ പറ്റുന്ന കാഴ്ചകള്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ജെട്ടിയിൽ വന്നിരുന്ന് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്താവും എൻ്റെ ഒരു മൈൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി സ്രാവ് പോകുന്ന കണ്ടത്. ഇതിനെ കണ്ടപ്പോ എനിക്ക് സ്രാങ്കിനെ ആരാ വെള്ളത്തിലെടുത്തിട്ടേ എന്നുള്ള ഡയലോഗാണ് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞില്ലേ മഞ്ചേരിന്ന് മേലാക്കത്ത് പോകുന്ന പോലെ അതേ ബോട്ട് പോകുന്നു വരുന്നു. നമ്മള് കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടുള്ള ആ മീനെല്ലാം ഇന്നിവിടെ ഗ്രില്ല് ചെയ്തു കേട്ടോ. അപ്പൊ അതേ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. കനലില് ഏറെ നേരം മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുള്ള മീനെല്ലാം ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡും സ്വീറ്റ് കോണും പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം ഉണ്ടായിരുന്നു കേട്ടൊന്ന്. എന്നാ പിന്നെ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങാം അല്ലേ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.